അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുളി നിർബന്ധമാകുന്ന രണ്ടാമത്തെ കാര്യം. അത് ദുഹൂലു ഹഷഫത്തിൻ ഫർജൻ. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് മനി പുറപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ മനി പുറപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ മനീനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള വിഷയം പറഞ്ഞു. ഇനി ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. ഇനി അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, പോയി കണ്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി പറയുന്നത് പിന്നെ കുളി നിർബന്ധമാകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് അത് ഹഷഫ ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക, സ്ത്രീയുടെ ഗുഹ്യഭാഗത്ത്. ഹഷഫ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഗുഹ്യഭാഗത്തിന്റെ മുകൾ ഭാഗത്തിനാണ് പറയാ, ഏറ്റവും മുകളിലുള്ള ആ തലപ്പിന്. ആ ഭാഗം അല്പം പ്രവേശിച്ചാൽ മതി, അതോടുകൂടെ കുളി നിർബന്ധമായി. പ്രവേശിച്ച് എടുത്തു കഴിഞ്ഞാലും കുളി നിർബന്ധമായി. മനി പുറപ്പെട്ടോളണം എന്നില്ല എന്നർത്ഥം. കുളി നിർബന്ധമായി എന്ന് പറയുമ്പോൾ പുരുഷന് മാത്രമല്ല, പെണ്ണിനും കുളി നിർബന്ധമായി, രണ്ടുപേർക്കും കുളി നിർബന്ധമായി. വലവ് കാന അഹദുഹുമ മുൻഫസിലൻ ഔ ലി ബഹീമത്തിൻ ഔ മയ്യിത്തിൻ ലാകിൻ ലാ ഗുസ്ല അലാ സാഹിബിൽ മുൻഫസിലി വലാ അലൽ മയ്യിത്തി. ഈ പ്രവേശിക്കുന്നത് ഇപ്പൊ രണ്ട് പുരുഷൻ്റെതാവുമ്പോൾ, രണ്ട് മനുഷ്യന്മാരുടേതാകുമ്പോൾ അപ്പോൾ ഡൗട്ടില്ല, ആണും പെണ്ണാകുന്ന സമയത്ത്. അതേസമയം ഈ പ്രവേശിക്കുന്നത് ഒരു മൃഗത്തിന്റെ ഗുഹ്യഭാഗം ഒരു പെണ്ണിന്റെ ഗുഹ്യഭാഗത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് കൂട്ടാം, ആ പെണ്ണിന് കുളി നിർബന്ധമാകും, ആടിന് കുളി നിർബന്ധമാവില്ല. അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു മൃഗത്തെ വ്യഭിചരിച്ചതാണെങ്കിൽ എന്നാലും ഈ പുരുഷന് കുളി നിർബന്ധമാകും ഫർജിനകത്ത് പ്രവേശിച്ചാൽ. അപ്പോൾ മനുഷ്യൻ്റെതിൽ തന്നെ പ്രവേശിച്ചോളണം എന്നില്ല, പ്രവേശിക്കുന്നതും മനുഷ്യൻ്റെത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ലേ? വലവുക്കാൻ അഹദുഹുമ മുൻഫസിലൻ, ഇതിൽ രണ്ടിലൊന്ന് ഹഷഫയോ ഫർജോ ഇതിലേതെങ്കിലും ഒന്ന് അത് മുറിഞ്ഞു വീണതാണെങ്കിലും ശരി, ഒരു മുറിഞ്ഞു വീണ് കിടക്കുന്ന ഒരു ഹഷഫ് ഉണ്ട്, അതെടുത്തിട്ടാണ് പെണ്ണ് പ്രവേശിപ്പിച്ചത്, എന്നാലും ഈ പെണ്ണിന് കുളി നിർബന്ധമാകും. ഔലി ബഹീമത്തിൻ, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെതാണ് എങ്കിലും കുളി നിർബന്ധമാകും. ഔ മയ്യത്തിൻ, അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്തിനെയാണ് വ്യഭിചരിച്ചത്, അല്ലെങ്കിൽ മയ്യത്തിന്റെ ഗുഹ്യഭാഗമാണ് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചത്, എങ്ങനെയാണെങ്കിലും കുളി നിർബന്ധമാകും. ലാക്കിൻ ലാ ഗുസ്ല അലാ സാഹിബിൽ മുൻഫസിലി വലാ അലൽ മയ്യത്തി. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ മുറിഞ്ഞ ഗുഹ്യഭാഗം ഒരു ജീവനുള്ള മനുഷ്യൻ എടുത്തിട്ട് പിന്നെ ഗുഹ്യഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ മുറിഞ്ഞു പോയ ആളുണ്ടല്ലോ, അയാൾക്ക് കുളി നിർബന്ധമാവില്ല. അയാളെ കയ്യിൽ നിന്ന് മുറിഞ്ഞു കഴിയലോടുകൂടെ പിന്നെ അയാള് പേരിൽ പിന്നെ കുളിക്കേണ്ട ആവശ്യം വരില്ല. വല അൽ മയ്യത്ത്, അതുപോലെ തന്നെ മയ്യത്തിനെ ആരെങ്കിലും അങ്ങനെ വ്യഭിചരിച്ചാൽ മയ്യത്തിന് കുളിക്കാൻ നിർബന്ധമാവില്ല. ഒരു കുളി മയ്യത്തിനെ കുളിപ്പിക്കുന്ന കുളിയെ മയ്യത്തിന് നിർബന്ധമുള്ളൂ. വലൂക്കാന ദുഹൂലുഹാ ഫി ദുബുരിൻ, ഇനി ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ അത് മുൻഭാഗവും പിൻഭാഗവും ഒക്കെ പെട്ട്, ഗുഹ്യഭാഗം എന്ന് പറയുമ്പോൾ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ പെട്ട് എവിടെ പ്രവേശിപ്പിച്ചാലും കുളി നിർബന്ധമാകും. ഔ ബി ഹായിലിൻ, അല്ലെങ്കിൽ മറയോടുകൂടെയാണ് പ്രവേശിച്ചത്, എന്നാലും ഇപ്പൊ കോണ്ടം പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് പ്രവേശിച്ചത്, എങ്കിലും കുളി നിർബന്ധമാകും. ഔ ബി സഹവിൻ, അല്ലെ അറിയാതെ പോയിട്ട് പ്രവേശിപ്പിച്ചു പോയതാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുളി നിർബന്ധമാകും. ഔ ബി ഇക്രാഹിൻ, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടിട്ട് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ്. ഉദാഹരണത്തിന് വ്യഭിചരിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു പെണ്ണ്, അപ്പൊ ആ പെണ്ണിന് സമ്മതമില്ലാതെ പ്രവേശിക്കുകയാണ്, എന്നാലും ആ പെണ്ണിന് കുളി നിർബന്ധമാകും. ഔ ബിലാ ഷഹവത്തിൻ, അല്ലെങ്കിൽ ഒരു ചങ്ങായിക്ക് തീരെ ഷഹവത്തൊന്നുമില്ല, അങ്ങനെ പ്രവേശിപ്പിച്ചാണ്, എന്നാലും കുളി നിർബന്ധമാകും. അപ്പം മാനദണ്ഡം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗുഹ്യ ഭാഗത്ത് പിന്നെ പുരുഷന്റെ ഗുഹ്യഭാഗം പ്രവേശിക്കുക എന്നുള്ളതാണ്. അത് ഏത് നിലക്കാണെങ്കിലും പെട്ടു. ക്ലിയർ അല്ലേ? ഇനി ഓക്കെ,
അപ്പോ ഇനി അടുത്ത കുളി നിർബന്ധമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈലാണ്. അൽ ഹൈലു കാണുന്നില്ലേ? അൽ ഹൈലു. ഹൈലു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറയും, ഹൈലു എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോളി. അതെ അതെ, ആർത്തവ രക്തം. ഹുവ ദമു ജിബില്ലത്തിൻ യഖ്റുജു മിൻ അഖ്സാ റഹിമിൽ മർഅത്തി ഫി ഔഖാത്തിൻ മഖ്സൂസത്തിൻ. ഹൈദ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രകൃതിപരമായ ഒരു രക്തം വരുന്ന അവസ്ഥയാണ് പെണ്ണിന്റെ. യഹ്റുജു, ആ രക്തം വരും ബിൻ അഖ്സാ റഹിമിൽ മർഅത്തി, പെണ്ണിന്റെ ഗർഭപാത്രത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നാണ് അത് പുറപ്പെടുന്നത്. ഫി ഔഖാത്തിൻ മഖ്സൂസത്തിൻ, പ്രത്യേകമായ സമയങ്ങളിൽ. വ അഖല്ലു സിന്നിഹി ഇസ്തിക്മാലു തിസ്ഇ സിനീന തഖരീബൻ, അതിന്റെ ചുരുങ്ങിയ സമയം, അതിന്റെ ചുരുങ്ങിയ പ്രായം എന്ന് പറയുന്നത്, അഖല്ല് സിൻ എന്ന് പറയുന്നത് ഇസ്തിക്മാലു തിസ്ഇ സിനീന തഖരീബൻ, 9 വയസ്സ് പൂർത്തിയാവുക എന്നുള്ളതാണ് അതിന്റെ ചുരുങ്ങിയ പ്രായം. ഫലൗ റഅത്തി ദമ ഖബല തമാമി തിസ്ഇ ബിദൂനി 16 യൗമൻ ഫഹുവ ഹൈദുൻ വല ആഖിറ ലിസിന്നിഹി. 9 വയസ്സ് അറബി മാസപ്രകാരം പൂർത്തിയാകുന്നതിന്റെ 16 ദിവസം മുന്നേ രക്തം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും അത് ഹൈദ് തന്നെയാണ്. എങ്ങനെ? 9 ദിവസം, ഇപ്പോൾ 9 വയസ്സും പൂർത്തിയായിക്കൊള്ളണമെന്നില്ല, അതിന്റെ മുന്നേ ഉള്ള 16 ദിവസത്തിനുള്ളിൽ കണ്ടാലും അത് ഹൈദ് തന്നെയാണ്. വല ആഖിറ ലിസിന്നിഹി, ഈ ഹൈദ് അവസാനിക്കാൻ ഒരു പ്രത്യേക കാലമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് 45 വയസ്സ്, 45 വയസ്സിന് ശേഷം വന്നിട്ട് അത് ഹൈദായിട്ട് കൂട്ടൂല എന്നില്ല. ഹൈദിന് അവസാനം പ്രായപരിധി, അവസാനത്തിൽ അത് അവസാനിക്കുന്നതിന് പ്രായപരിധി ഇല്ല, മറിച്ച് അത് തുടങ്ങുന്നതിന് പ്രായപരിധി ഉണ്ട്. അതിന് മുന്നേ അപ്പോൾ ഒരു പെണ്ണിന് ഒരു 9 വയസ്സ് പൂർത്തിയാവുന്നതിന്റെ 16 ദിവസത്തിനും മുന്നേ ഒരു പെണ്ണിന് രക്തം വന്നു കഴിഞ്ഞാൽ അത് ഹൈദായിട്ട് പരിഗണിക്കൂല. നമുക്ക് മനസ്സിലായോ? ഇനി അഖല്ലുൽ ഹൈദി യൗമുൻ വ ലൈലത്തുൻ, ഹൈദ് വരാനുള്ള ഏറ്റവും 9 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ 16 ദിവസം മുൻപ് വരെയുള്ള, എന്ന് വെച്ചാൽ 8 വയസ്സും പിന്നെ ഒരു വർഷത്തിന് 16 ദിവസം കുറവും, ആ സമയം വരെ അതിന് ശേഷമുള്ളത് എന്ത് ചെയ്യും? ഹൈദായിട്ട് പരിഗണിക്കും. അപ്പോൾ 9 വയസ്സിന് 16 ദിവസം മുമ്പ് മുതലുള്ളത് ഹൈദാണ്. മുമ്പ് മുതലുള്ളതെന്ന് പറയുമ്പോൾ ആ 16 ദിവസം മുതൽ ഇങ്ങോട്ട് ലാസ്റ്റ് 16, അതിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. വ അഖല്ലുൽ ഹൈദി യൗമുൻ വ ലൈലത്തുൻ, ഹൈദിന്റെ ഏറ്റവും ചുരുങ്ങിയ കാലം എന്ന് പറയുന്നത് എത്രയാ? ഒരു രാത്രിയും ഒരു പകലുമാണ്. ഒരു പെണ്ണിന് ഒരു 3 മണിക്കൂർ ഹൈദ് വന്ന്, രക്തം വന്ന്, പിന്നെ വന്നിട്ടൊന്നുമില്ല, എന്നത് ഹൈദല്ല. കാരണം ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് അത് ഒരു രാത്രി ഒരു പകലുണ്ടായിരിക്കണം. വഗാലിബുഹു സിത്തുൻ ഔ സബഉൻ, അധികം ഉണ്ടാവല് 6 7 ദിവസമാണ്. സാധാരണ ആളുകൾക്ക് അധികം ഉണ്ടാവല് 6 7 ദിവസങ്ങളാണ്. വ അക്സറുഹു 15 യൗമൻ, അത് അധികരിച്ചാൽ 15 ദിവസം ഉണ്ടാവുക, അധികരിച്ചാൽ. അപ്പൊ മാക്സിമം ആണ് 15 ദിവസം. ഏതുപോലെ തന്നെ അഖല്ലി തുഹരിൻ ബൈനൽ ഹൈദത്തൈനി, 2 ഹൈദിന്റെ ഇടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി എന്ന് പറയുന്നത്, ശുദ്ധിയുടെ കാലാവധി എന്ന് പറയുന്നത് 15 ദിവസമാണ്. അപ്പോ ഒരു പെണ്ണിന് ഇന്ന് ഹൈദ് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 15 ദിവസത്തിന് ശേഷം വന്നതേ ഹൈദായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പെണ്ണിന്റെ ഹൈദ് നിന്ന് കഴിഞ്ഞിട്ട് 15 ദിവസം ചുരുങ്ങിയത് ഗ്യാപ്പ് വേണം. സാധാരണ പെണ്ണുങ്ങൾക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടാവല്? ഒരു മാസം, അല്ലെങ്കിൽ 25 ദിവസം, അല്ലെങ്കിൽ ഒരു മാസം, ഒരു 5 ദിവസം, 7 ദിവസം, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാലാവധി ഉള്ളവരുണ്ടാവും. ചിലരുടെ അങ്ങനെ മാറി വ്യത്യാസമായിട്ട് വരുന്നതും ഉണ്ടാവും. എങ്ങനെയായാലും
ചുരുങ്ങിയ കാലാവധി ശുദ്ധി ഉണ്ടാവേണ്ട ഏറ്റവും ചുരുങ്ങിയ കാലാവധി എന്ന് പറയുന്നത് അത് 15 ദിവസമാണ്. 15 ദിവസം ശുദ്ധി ഉണ്ടായിരിക്കണം ചുരുങ്ങിയത്. പിന്നെ വലാ ഹദ്ദ ലി അക്സരിഹി, ശുദ്ധി പരമാവധി എത്ര പോകും? ശുദ്ധി പരമാവധി എത്ര പോകും? അത് അത്രയും പോകും. ചില പെണ്ണുങ്ങന്മാർക്ക് 2 മാസം വരെയൊക്കെ ചിലപ്പോൾ ശുദ്ധി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഹൈദ് നിന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഹൈദ് വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഹൈദിന്റെ ഇടയിൽ, 2 ഹൈദിന്റെ ഇടയിലുള്ള കാലാവധി അത് എത്ര ആയിരിക്കണം, പരമാവധി ഇത്രേ ആവാൻ പാടുള്ളൂ എന്ന നിയമമില്ല. വലാ ഹദ്ദ ലി അക്സരിഹി, ഹൈദ് അതിന്റെ മാക്സിമം, അക്സറിന് പ്രത്യേകമായിട്ടുള്ള ഹദ്ദില്ല, പരിധിയില്ല. വൻ നഖാഉ ബൈന ദിമായി ഹൈദുൻ, ഇനിയൊരു കാര്യം, ഒരു പെണ്ണിന് ഇന്ന് ഹൈദ് വന്ന് നാളെ മറ്റന്നാളൊന്നും ഹൈദില്ല, അതിന്റെ പിറ്റേന്ന് പിന്നെ ഹൈദ് വന്ന്, പിന്നെ നാളെ മറ്റന്നാളുള്ള വിധി എന്താ നിങ്ങൾ പറയും? വിഷയം ഇതാണ്, ഒരു പെണ്ണിന് ഇന്ന് ഹൈദ് വന്ന് പിന്നെ സ്റ്റോപ്പ് ആയതായിട്ടാണ് കാണുന്നത്. പിന്നെ അവൾക്ക് വരുന്നത് മറ്റന്നാളാണ്, അല്ല മറ്റന്നാളത്തെ തന്നെ പിറ്റേന്നാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന 2 ദിവസം അവൾക്ക് ഹൈദാണോ അല്ല ഹൈദ് ആയിട്ടാണ് കൂട്ടേണ്ടത്, ഹൈദ് അല്ലാതെ ആയിട്ടാണ് കൂട്ടേണ്ടത്? ഹൈദായിട്ട് കൂട്ടണ്ടെങ്കിൽ അവൾക്ക് നിസ്കരിക്കാൻ പാടില്ല. ഹൈദ് അല്ലാതെ ആണെങ്കിൽ അപ്പൊ നിസ്കരിക്കുന്ന നിർബന്ധമാവും ആ സമയത്ത് നിസ്കാരങ്ങൾ. എന്തെങ്കിലും അഭിപ്രായം? ആ ഉം അല്ല 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 അധികരിച്ചാലല്ല, സാധാരണ 6-7 ദിവസം, അധികരിച്ചാൽ 15 ദിവസം. പറഞ്ഞോളി. മാക്സിമം 15 ദിവസം വരെ ഉണ്ടാവാം, ചുരുങ്ങിയത് ഒരു ദിവസം ഉണ്ടാവാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കോലത്തിൽ എങ്ങനെ ഉണ്ടാവുക? ഇപ്പൊ ഹൈദാണോ അല്ലയോ ആ ദിവസങ്ങള്? ഓക്കെ, വേറെന്താ അഭിപ്രായം ഉണ്ടോ അസ്ബീർക്ക? എന്താ, ഹൈദാണോ ഹൈദല്ലേ? ഹൈദാണോ ഹൈദല്ലേ? ഹൈദായിരിക്കും. അപ്പോള് നോക്കിങ്ങള് ശ്രദ്ധിക്ക്, അതായത് ഇന്ന് ഹൈദ് വന്ന് ഹൈദ് നിന്ന്, ഓക്കെ, നാളെ മറ്റന്നാൾ 2 ദിവസം ഹൈദ് വരാതെ കാണുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം ഹൈദ് വന്നു കഴിഞ്ഞാല് അപ്പൊ ആ 2 ദിവസത്തെയും ഹൈദായിട്ടാണ് കൂട്ടുക. കാരണം കാരണം അത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന രക്തത്തെ ഹൈദ് അല്ലാത്തതായിട്ട് കൂട്ടൂല, അത് ഹൈദായിട്ട് തന്നെ കൂട്ടുക. കാരണം ഒരു ഹൈദ് വന്നു തുടങ്ങിയാല് പിന്നെ 15 ദിവസം വരെ വരുന്ന രക്തത്തെയൊക്കെ ഹൈദായിട്ട് കൂട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ഇന്ന് ഹൈദ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ 15ാമത്തെ ദിവസം വരെ അതിന്റെ ഇടയിൽ എപ്പോ ഹൈദ് വന്നാലും ആ 15 ദിവസം, 6ാമത്തെ ദിവസം ഹൈദ് വരട്ടെ, 7ാമത്തെ ദിവസം ഹൈദ് വരട്ടെ, 10ാമത്തെ ദിവസം ഹൈദ് വരട്ടെ, ഏത് ദിവസം വന്നാലും ഇന്ന് വന്ന ദിവസം മുതൽ ആ ദിവസം വരെയുള്ള സമയത്ത് ഇപ്പൊ ഹൈദായിട്ട് പരിഗണിക്കും. അതിപ്പോ എങ്ങനെ മനസ്സിലാവാന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം ഇന്ന് വന്ന് നിന്ന് പിന്നെ നാളെ മറ്റന്നാൾ അതിന്റെ പിറ്റേന്ന് വരാത്ത കോലത്തിലാണെങ്കിൽ ആ പെണ്ണ് സ്വാഭാവികമായിട്ടും കുളിച്ച് ഒതുകൊടുത്ത് നിസ്കരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവള് കാണുക ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത്, എന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്, ഹൈദ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് 15 ദിവസത്തിന് മുന്നേ വരെ വന്നാൽ അത് ഹൈദാണ്, ആ കാലഘട്ടം ഹൈദായിട്ട് പരിഗണിക്കും. അപ്പോ ഹൈദ് തുടങ്ങിയത് മുതൽ 15 ദിവസം വരെയുള്ള ഏത് ദിവസത്തിൽ ഹൈദ് വന്നാലും അതിന്റെ ഇടയിലുള്ള കാലാവധിയെ ഹൈദായിട്ട് പരിഗണിക്കും. അപ്പോൾ അറിയാതെ കുളിച്ച് നിസ്കരിച്ചു കൊണ്ട് കുറ്റമൊന്നും കിട്ടുമൊന്നുമില്ല. അതേ സമയത്ത് ആ സമയത്തൊക്കെ പിന്നെ നോമ്പെടുക്കാൻ പറ്റൂല. അപ്പോൾ ഓള് അത് നോമ്പിന്റെ സമയമാണെങ്കിൽ ആ സമയത്ത് നോമ്പെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുടക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായോ? പൊതുവെ ഇങ്ങനത്തെ കേസൊന്നും വരില്ല, നിങ്ങളാരും ബേജാറാവണ്ട. അപൂർവമായിട്ട് ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടായാലുണ്ടായെന്ന് മാത്രം. അപ്പോ നമ്മുടെ സ്ത്രീകൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം, അവര് ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തും മറ്റൊക്കെ ഔറത്തും ഫുള്ളായിട്ട് മറക്കാൻ കഴിയില്ല, ഫുള്ള് തുറന്നിട്ടുകൊണ്ട് കുളിക്കരുത് ലേഡീസ്. ഒന്ന്.
രണ്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ഓല് നിർബന്ധമായിട്ട് ചെല്ലണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ചെല്ലിലെ കുറ്റം കിട്ടും എന്നുള്ള അർത്ഥത്തിനല്ല. അത് പിശാചിന്റെ ശല്യം കുറയാൻ ഉപകാരപ്പെടും. ഈ ഹൈദ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ പിശാചിന്റെ ഷർറുണ്ട് എന്നുള്ളത് പറയപ്പെടും. ഹൈദിന്റെ ഈ സമയ വ്യത്യാസം, അതുപോലെ തന്നെ ഇസ്തിഹാദത്ത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ രോഗമായി മാറുന്ന സാഹചര്യത്തിന് പിശാചിന്റെ കാരണം ഉണ്ട് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തുണി എടുത്തുകൊണ്ടാണ് കുളിക്കേണ്ടത്. കുളിക്കുന്ന സമയത്ത് തുണി എടുത്തില്ലെങ്കിൽ കുറ്റം കിട്ടുമൊന്നുമില്ല. ആ സമയത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അപ്പൊ അത് കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് 2 ഹൈലിന്റെ ഇടയിലുള്ള കാലം അത് ഹൈൽ തന്നെയാണ്. വന്നഖാഉ ബൈന ദിമായി ഹൈലുൻ ഇല്ലം യസിദ് മഅ ദിമായി അല അക്സരിൽ ഹൈൽ. ഇത് ടോട്ടല് 15 ദിവസത്തിൽ കൂടിയിട്ടില്ലെങ്കിലാണ് ആ പറഞ്ഞത് എന്ത് 2 രക്തത്തിന്റെ ഇടയിലുള്ള കാലാവധി ഹൈലൈറ്റ് പരിഗണിക്കുന്നു. ഒരു ഉദാഹരണം, 1-ാം തീയതി ഒരു പെണ്ണിന് ഹൈല് വന്ന് അന്ന് തന്നെ നിന്നു. പിന്നെ 5-ാം തീയതി വന്നു, അന്ന് നിന്നു. പിന്നെ 10-ാം തീയതി വന്നു, അന്ന് നിന്നു. പിന്നെ 14-ാം തീയതി വന്നു. പിന്നെ ആ ഹൈല് നിൽക്കുന്നത് 17-ാം തീയതിയാണ്. ഒന്നുകൂടി, 1-ാം തീയതി തുടങ്ങി, പിന്നെ വരുന്നത് 10-ാം തീയതിയാണ്. പിന്നെ 14-ാം തീയതി വന്നിട്ട് നിൽക്കുന്നത് 17-ാം തീയതിയാണ്. ഇതില് നമ്മളിപ്പോ പറഞ്ഞ നിയമം എന്താ? പരമാവധി ഹൈലിന്റെ കാലാവധിക്ക് ശേഷം വരുന്നത്, ഹൈല് തുടങ്ങിയത് മുതൽ പരമാവധി ഹൈലിന്റെ കാലാവധിയായ 15 ദിവസത്തിന് ശേഷം വരുന്നത് അത് ഹൈലായിട്ടല്ല കൂട്ടാ നമ്മളിപ്പോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, 14-ാം തീയതി മുതൽ വീണ്ടും വന്നു, പിന്നെ അത് നിൽക്കുന്നത് 17-ാം തീയതിയാണ് എങ്കിൽ 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള 15-ാം തീയതി കഴിഞ്ഞത് മുതൽ 17-ാം തീയതി വരെയുള്ള രക്തം ഹൈലാണോ അല്ലേ? ചോദ്യം. കാരണം എങ്ങനെ? വെരി ഗുഡ്. 15 ദിവസം കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഹൈലല്ല, അത് പിന്നെ ഇസ്തിഹാദായിട്ട് കൂട്ടും. അപ്പൊ ആ സമയത്തുള്ള നിസ്കാരം പെണ്ണിന് നിർബന്ധമാണ്. അത് ഹൈലല്ല, അപ്പോൾ അവള് കുളിച്ചിട്ട് നിസ്കരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി വന്നഖാഉ ബൈന ദിമായി ഹൈലുൻ ഇല്ലം യസിദ് മഅ ദിമായി അല അക്സരിൽ ഹൈദി, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. മാക്സിമം ഹൈലിന്റെ ടൈമായ ബ്ലഡ് നജസാണ്. ബ്ലഡ് എങ്ങനെയാണ് നജസാണല്ലോ. അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അധികം ഉണ്ടാവില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴുകിയിട്ട് എന്ത് ചെയ്യണം? നജസ് നീക്കിയിട്ട് നിസ്കരിക്കണം, ഒന്നുകൊടുത്ത് നിസ്കരിക്കണം. അതേ സമയത്ത് ദായിമുൽ ഹദസിന്റെ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നതാണെങ്കിൽ അപ്പോ നമ്മൾ മറ്റേ ദായിമുൽ ഹദസ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നുള്ള രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാഗ് കൊടുത്തതിന് ശേഷം കഴുകി പഞ്ഞി വെച്ച് കെട്ടി ഉളു എടുത്തുകൊണ്ട് നിസ്കരിക്കണം. ആ ഒരു ഉളു കൊണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കാൻ പറ്റുള്ളൂ. ആ ഉളു എടുക്കൽ തന്നെ സമയം പ്രവേശിച്ചതിന് ശേഷമേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സുന്നത്ത് നിസ്കരിക്കരുത്, ആ ഫർദ് നിസ്കരിക്കേണ്ടത് ഫർദ് നിസ്കരിച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത് എന്നീ വിഷയങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വുളു എടുക്കുന്ന സമയത്ത് അശുദ്ധിയെ ഉയർത്തുന്നുള്ള നിയത്ത് വെക്കരുത്, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നുള്ള നിയത്തെ വെക്കാവൂ എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി വലം യൻഖുസ് മജ്മൂഉ ദിമായി അൻ അഖലിൽ ഹൈളി, അതുപോലെ തന്നെ നമ്മൾ ഹൈലാണ് നമ്മൾ പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ ഒരു ദിവസം ഒരു മണിക്കൂർ നേരം വന്ന്, പിന്നെ പിറ്റത്തെ ദിവസം അരമണിക്കൂർ വന്ന്,
പിന്നെ അടുത്ത ദിവസം 2 മിനിറ്റ് വന്ന്, അങ്ങനെ ഒരു വളരെ കുറഞ്ഞ സമയം വന്നിട്ടുള്ളൂ. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിന്റെ കാലാവധി ഒന്നും ടോട്ടൽ ഓളെ ഹൈദ് വന്നിട്ടില്ല. എന്നാ പിന്നെ അത് ഹൈദാവൂല. എങ്ങനെ? ടോട്ടൽ ഹൈദ് വരുന്ന സമയം ഒരു രാത്രിയുടെയും പകലിന്റെയും സമയം ഉണ്ടായിട്ടില്ലെങ്കിൽ അതും ഹൈലല്ല. അതിപ്പോ അതിന്റെ അക്കല്ലുൽ ഹൈദിനേക്കാൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ഹൈലല്ല എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ ചുരുങ്ങിയത് ഒരു രാത്രിയും ഒരു പകലും എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ വരണം, എന്നാലേ ഹൈലാവുള്ളൂ. അതിന് കുറഞ്ഞ സമയം മാത്രം ഇത്ര നേരം വന്നിട്ട് നിന്ന് പിന്നെ വന്നിട്ടേ ഇല്ല, അത് ഹൈലല്ല. النفاس هو دم حيض مجتمع يخرج بعد فراغ جميع الرحم قبل مضي 15 يوما من الولادة وأقله لحظة وغالبه 40 يوما وأكثره 60 يوما. നിഫാസ് രക്തം എന്ന് പറയുന്നത് അസ്ബീർ ഖാന്റെ വൈഫ് പ്രസവിച്ചോ? മാരീഡ് അല്ല, പിന്നെ ആരാ മാരീഡ്? ആരൊക്കെയുള്ളേ? സുബൈർക്ക? മാഷാ അല്ലാ. അപ്പോളേ നമ്മൾ നിഫാസിനെ കുറിച്ചാണ് പറയുന്നത്, നിഫാസ് രക്തത്തെ കുറിച്ച്. നിഫാസ് രക്തത്തിന്റെ പിന്നെ കാലാവധി ഏത് ദിവസം മുതലാണ് പെണ്ണുങ്ങൾക്ക് സാധാരണ ഉണ്ടാവല് പ്രസവിച്ചു കഴിഞ്ഞാല്? പറയുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞോളെ. പ്രസവിച്ച അന്ന് തന്നെ വരും അല്ലേ സാധാരണ? ഏകദേശം ഓക്കെ. ഏകദേശം എത്ര ദിവസം ഉണ്ടാവും? 40 days ആണ് സാധാരണ ഉണ്ടാവല്. ഏകദേശം കണക്ക് എങ്ങനെയാണ്? അപ്പൊ അത് ചുരി 40 ദിവസമാണ് സാധാരണ വരുത്തല്ലേ? ഓക്കെ. അപ്പോള് പിന്നെ നിഫാസ് എന്ന് പറയുന്നത് അത് ഹൈദിന്റെ രക്താണ്. ദമു ഹൈദിൻ മുജ്തമിഇൻ. ഈ പ്രസവകാലത്ത് പെണ്ണിന് ഹൈദ് വരൂലല്ലോ. അപ്പൊ ആ ഹൈദ് കെട്ടിക്കിടക്കുന്നത് പ്രസവത്തോടുകൂടെ പുറത്തേക്ക് വരുന്നതാണ് ശരിക്കും നിഫാസ് എന്ന് പറയുന്നത്. യഹ്റുജു ബഅദ ഫറാഗി ജമീഇ റഹിമി. ഗർഭപാത്രത്തിലുള്ളത് മുഴുവനും പുറത്തു വന്നാലാണ് ഈ നിഫാസ് രക്തം വന്നു തുടങ്ങുക. അത് തന്നെ വരും ഖബല മുളീ 15 യൗമൻ മിനൽ വിലാദ. പ്രസവിച്ചത് മുതൽ മാക്സിമം 15 ദിവസത്തിന്റെ ഉള്ളിൽ വരണം. പ്രസവിച്ചത് മുതൽ മാക്സിമം 15 ദിവസത്തിന്റെ ഉള്ളിൽ വരണം. അപ്പൊ സാധാരണ പ്രസവിച്ചാൽ പ്രസവത്തോടു കൂടെ തന്നെ ആ രക്തം പുറത്തു വരും അല്ലേ? പിന്നെ വഅഖല്ലുഹു ലഹ്ളത്തുൻ. ഈ നിഫാസ് രക്തത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ആയിട്ടെങ്കിലും വന്നാൽ മതി. 8 സെക്കൻഡ് വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. അത് നിഫാസ് ആയിട്ട് പരിഗണിക്കും. അപ്പൊ ഗാലിബുഹു, നിഫാസ് ആവുന്ന സമയത്ത് പിന്നെ കുളി നിർബന്ധം. അതാണ് ഇപ്പൊ അവിടെയുള്ള ഫായിദ, മനസ്സിലാക്കേണ്ട വിഷയം. അപ്പൊ ഗാലിബുഹു, പിന്നെ അതിന്റെ പരമാവധി സമയം എന്ന് പറയുന്നത് അത് സാധാരണയിൽ ഗാലിബായിട്ട് എല്ലാ ആളുകളിലും കണ്ടുവരുന്നത് 40 യൗമൻ, 40 ദിവസമാണ്. അക്സറുഹു, അത് പരമാവധി പോയാൽ വരാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 60 യൗമൻ, 60 ദിവസമാണ്. അപ്പൊ 60 ദിവസത്തിനപ്പുറത്തേക്ക് പൊതുവെ നിഫാസ് രക്തം വരൂല. ആരതെങ്കിലും അങ്ങനെ റയറായിട്ട് വന്നു കഴിഞ്ഞാൽ 60 ദിവസം നിഫാസിന്റെ കാലാവധിയായിട്ട് കണക്കാക്കാവൂ. അപ്പൊ നിഫാസിന്റെ സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. പക്ഷേ ആ സമയത്ത് നോമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഖളാ കിട്ടണം. നമുക്കറിയുന്ന വിഷയം തന്നെയാണ്. ഇനി ഹൈദ രക്തമല്ല, നിഫാസ് രക്തം. അതിൽ ഹൈദ രക്തം ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുന്ന നിഫാസ് രക്തം. ചോദിച്ചോളേ. ഇല്ല, അത് നമ്മളെ ഹൈദിന്റെ അതേപോലെ തന്നെയുള്ള നിയമം.
സെയിം സെയിം. അതെ, പ്രസവത്തോട് കൂടെ ആയതുകൊണ്ടാണ് നിഫാസ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഒരു വ്യത്യാസം കൂടി നമ്മൾ പഠിച്ചു. ഹൈദിൻ്റെത് ചുരുങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ദിവസമെങ്കിലും വന്നാലേ ഹൈദ് എന്ന് പറയുള്ളൂ. ഒരു മണിക്കൂർ വന്ന് നിന്ന് പിന്നെ തീരെ വന്നില്ല എന്നാ അതിനെപ്പറ്റി ഹൈദ് എന്ന് പറയൂല. അപ്പൊ കുളിക എന്താ പറയാ, നിസ്കാരം നോമ്പെല്ലാം നിർബന്ധമാവും. അതേസമയത്ത് നിഫാസ് ഒരു സെക്കൻഡെങ്കിലും വന്നാൽ മതി, എന്നാലും നിഫാസായി, കുളി നിർബന്ധമായി. അങ്ങനെ വ്യത്യാസമുണ്ട് ഹൈദും നിഫാസും തമ്മിൽ. ഒരു ദിവസം മൊത്തം തന്നെ വന്നോളണമെന്നില്ല എന്നർത്ഥം. അതേസമയത്ത് ഹൈദ് ഒരു ദിവസം വന്നാലേ ഹൈദായിട്ട് പരിഗണിക്കുള്ളൂ. വേറൊരു വ്യത്യാസം, ഹൈദിന്റെ പരമാവധി കാലാവധി 15 ദിവസമേ വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ വന്നാൽ ഹൈദായിട്ട് പരിഗണിക്കൂല. നിഫാസോ 60 ദിവസം വരെ വരുന്നത് നിഫാസായിട്ട് തന്നെ പരിഗണിക്കും. ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ രണ്ടും ഒന്നല്ല. സംഗതി രക്തം എല്ലാം ഒരേ സ്ഥലത്തു നിന്ന് തന്നെയാണ് വരുന്നതെങ്കിലും സംഗതി നിഫാസ് എന്ന് പറയുമ്പോൾ വേറെ ഇടുന്ന പുതിയൊരു സാധനം വന്ന് ഒരു രക്തമായിട്ട് വരുന്നത് അങ്ങനെയൊന്നുമല്ല. പക്ഷെ രണ്ട് പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക രൂപത്തിൽ വരുന്നത് കൊണ്ടാണ് ഹൈദ് നിഫാസ് എന്ന് പ്രത്യേകമായിട്ട് എണ്ണിയത്. ഇനി കുളി നിർബന്ധമാകുന്ന വേറൊരു കാര്യമാണ് അൽ വിലാദത്തു, പ്രസവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പ്രസവിച്ചാലും നിഫാസ് രക്തം നിന്നാലൊക്കെ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നുള്ള നിയത്തോടുകൂടെ പെണ്ണ് കുളിക്കണം. വെറും കുളി കുളിച്ചാൽ പോരാ. പെണ്ണ് കുളിക്കുമ്പേ നിർബന്ധമായ കുളിയെ കരുതണം. അപ്പൊ പ്രസവിക്കുന്നത് വലു അലക്കത്തൻ, ഒരു രക്തപിണ്ടാണ് പ്രസവിച്ചത്, എന്നാലും കുളി നിർബന്ധമായി. അത് മുളുകത്തൻ, അല്ലെങ്കിൽ ഒരു മാംസപിണ്ടാണ് പ്രസവിച്ചത്, കുളി നിർബന്ധമായി. എന്നുവെച്ചാൽ ഈ അബോർഷനായി പോകുന്ന കേസുകളിലൊക്കെ പൊതുവെ എന്നാലും കുളി നിർബന്ധമാവും. അതും പ്രസവത്തിന്റെ ഭാഗമായിട്ട് കൂട്ടാം. ഔ മാ ഫി സൂറത്തി ഹയവാനിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു ഒരു ഹയവാന്റെ ഒരു ജീവിയുടെ രൂപത്തിൽ പ്രസവിച്ചു, എന്നുവെച്ചാൽ മനുഷ്യന്റെ കോലത്തിൽ ആവട്ടെ അല്ലാതിരിക്കട്ടെ. ഔ ബിലാ റുത്തൂബത്തിൻ, അല്ലെങ്കിൽ നനവൊന്നുമില്ലാതെ പ്രസവിച്ചത്, എന്നാലും കുളി നിർബന്ധമാവും. ഔ മിൻ ഗൈരി ത്വരീഖിൽ മുഅ്താദി, അല്ലെങ്കിൽ പ്രസവിച്ചത് സാധാരണ ഈ പ്രസവം പുറത്തേക്ക് വരുന്ന വഴിയിലൂടെ അല്ല പ്രസവിച്ചത്, എന്നാലും കുളി നിർബന്ധമാവും. അപ്പൊ അതിലൂടെ തന്നെ പ്രസവിച്ചോളണമെന്നില്ല, കുട്ടി പുറത്തെത്തിയാൽ മതി, കുളി നിർബന്ധമായി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ പിന്നെ ആ സിസേറിയൻ നടത്തിയാലും കുളി നിർബന്ധമാവും എന്നാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചത്. ഇനി കമാ, അതന്നെ ഇവിടെ പറയുന്നത്, കമാ യുഹ്റജുൽ വലതു ബിൽ ജിറാഹത്തിൽ ബത്നിയത്തി, സിസേറിയൻ നടത്തിയിട്ട് കുട്ടി പുറത്തേക്ക് വരുന്നത് പോലെ. അപ്പൊ അങ്ങനെ വന്നാലും കുളി നിർബന്ധമായി. അപ്പൊ പ്രസവം ഉണ്ടായാൽ മതി, ആ പ്രസവിക്കുന്ന തന്നെ വലിയ കുട്ടീനെ തന്നെ പ്രസവിച്ചോളണമെന്നില്ല, ചെറിയ അബോർഷൻ ഉണ്ടായാലും മതി. അബോർഷൻ കേസിൽ രക്തപിണ്ടോ മാംസപിണ്ടോ ഒക്കെ പുറത്തു വന്നാലും മതി, എന്നാലും കുളി നിർബന്ധമാവും. ഇത് പറഞ്ഞു കൊടുക്കണം, ലേഡീസിന് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല ഈ മസാലകൾ. അപ്പൊ ആ നീയത്തിന്റെ കുളിക്കാതെ ആ നീയത്ത് വെച്ചിട്ട് നിർബന്ധമായ കുളിയെ കരുതിയിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ ഇത് റെഡി ആവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി മൗത്തു മുസ്ലിമിൻ ഗൈരി ഷഹീദിൻ, ഇനി കുളി നിർബന്ധമാവുന്ന വേറെ കാര്യമാണ്, ഷഹീദായിട്ടല്ലാതെ ഒരു മുസ്ലിം മരിക്കുക. ആ മുസ്ലിമിന് കുളി നിർബന്ധമായി എന്ന് പറയുമ്പോ മരിച്ച ആളെങ്ങനെ കുളിക്കാന്നുള്ള നിങ്ങൾ ചോദിക്കരുത്. ഏയ്, മരണം എന്നുള്ളതാണ് അടുത്തൊരു കാരണം കുളി നിർബന്ധമാവാൻ. നമുക്കൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമായി നമുക്ക്. അപ്പോ മരിച്ച ആളെങ്ങനെ കുളിക്കാം? അപ്പൊ ആ കുളി നിർബന്ധമായി എന്ന് പറഞ്ഞത് അത് ഫർദ് കിഫായായിട്ട് നാട്ടുകാർക്കാണ് കുളി നിർബന്ധമാവുന്നത്. അപ്പൊ ആരെങ്കിലും ഒരാൾ കുളിപ്പിച്ചാൽ നാട്ടുകാരെല്ലാം ബാധ്യതയിൽ നിന്ന് ഒഴിവാകും. ഷഹീദിനെ കുളിപ്പിക്കരുത്, ഷഹീദിനെ കുളി നിർബന്ധമാവൂല. ഫയഹ്റുമു ഗസ്ലുഹു, ഓനെ കുളിപ്പിക്കല് അത് ഹറാമാണ്.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിഷയം മനസ്സിലായില്ലേ? അപ്പൊ ഷഹീദ് എന്ന് പറയുമ്പോ അത് യുദ്ധത്തിൽ പോയിട്ട് ഷഹീദാവണം, എന്നാൽ ആ ഷഹീദിൽ പെടുള്ളൂ. യുദ്ധത്തിൽ പോയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരടിച്ചിട്ട് മരിക്കുന്ന ആളെ ഷഹീദിൽ പെടുള്ളൂ. ആ ആ ഷഹീദ്, അത് ഷഹീദ് പല രൂപത്തിലുണ്ട്. ദുന്യവിയ ഷഹീദ്, ഉഹ്റവിയ ഷഹീദ്, ഇങ്ങനെ വ്യത്യാസമുണ്ട്. ഫത്തുൽ മുല്ല ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഷഹീദിന്റെ കുളി ഉം കുളി നിർബന്ധമാവും. കുളി നിർബന്ധമാണ്. അതേ സമയത്ത് വെള്ളം ഒരു നിലക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ, അത്രയും പ്രയാസപ്പെട്ട രൂപത്തിലാണ് മയ്യത്ത് ഉള്ളത്, ആക്സിഡന്റ് ഒക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കണം എന്നില്ല. അവിടെ തേമം ചെയ്താൽ മതി. കുളിക്ക് പകരമുള്ള സാധനമാണല്ലോ തേമം. അപ്പൊ നമ്മൾ പഠിക്കും, അതിന്റെ വിഷയം വരുന്നുണ്ട്. അപ്പോ ഷഹീദായിട്ടല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും കുളി നിർബന്ധമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, മുസ്ലിമായ മനുഷ്യന്റെ. അത് നിർബന്ധമാവുന്നത് ഫർദ് കിഫായ ആയിട്ടാണ്, നാട്ടുകാർക്കാണ് നിർബന്ധം. ഇനി ചർച്ച ചെയ്യുന്നത് വലിയ അശുദ്ധിയുള്ളവനിക്ക് നിഷിദ്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് അടുത്ത ചർച്ച. ജനാബത്തോ ഹൈലോ നിഫാസോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്ന്, യഹ്റുമു ബിൽ ജനാബത്തി വബിൽ വിലാദത്തി ജമീഉ മാ ഹറുമ ബിൽ ഹദത്തിൽ അസ്ഗരി. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ എല്ലാ കാര്യങ്ങളും ജനാബത്ത് കൊണ്ടും, എന്നുവെച്ചാൽ പുരുഷന്റെ പിന്നെ ഈ ജനാബത്ത്, നിസ്കാരം, അതുപോലെ തന്നെ വലിയ അശുദ്ധി, അത് പുരുഷന്റെ ജനാബത്ത് ഉണ്ടാവുന്ന വലിയ അശുദ്ധി ഉണ്ടാവുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഹൈദ് നിഫാസ് ഒന്നും പുരുഷൻ ഉണ്ടാവില്ലല്ലോ, ഇപ്പൊ ജനാബത്താണ്. പെണ്ണിന്റെ പ്രസവം, വബിൽ വിലാദത്തി, പ്രസവം കൊണ്ടും പെണ്ണിനിക്ക് നിഷിദ്ധമാകും. ജമീഉമാ ഹറൂം ബിൽ ഹദത്തിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ എല്ലാ കാര്യങ്ങളും ഹറാമാകും. ചെറിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും ജനാബത്ത് കൊണ്ടും വിലാദത്ത് കൊണ്ടും പ്രസവം കൊണ്ടും നിഷിദ്ധമാകും. വയഹ്റുമു ബിഹിമാ സിയാദത്തൻ അലൈഹി അംറാനി അൽ മക്സു ഫിൽ മസ്ജിദി വഖിറാഅത്തുൽ ഖുർആനി ബിഖസ്ദിഹി വലൗ ഹർഫൻ മിൻഹു വതഹില്ലു അദ്കാറുഹു ബിലാ ഖസ്ദി ഖുർആനി. ജനാബത്ത് കൊണ്ടും പ്രസവം കൊണ്ടും നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ചെറിയ ശുദ്ധി കൊണ്ട്, പിന്നെ ചെറിയ ശുദ്ധി ഒന്നുമില്ലാതെ നമ്മളിപ്പോൾ സാധാരണ അവസ്ഥയിൽ ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു. ഖുർആൻ തൊടുക, പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ചുമക്കുക, ഇതൊക്കെ ഹറാമാണ്. പള്ളി കയറൽ ഹറാമല്ല, അതുപോലുള്ള കാര്യങ്ങളൊന്നും ഹറാമല്ല. അപ്പോൾ ചെറിയ അശുദ്ധി കൊണ്ട് പാടില്ലാത്ത, ഇപ്പോൾ തൊവാഫ് ചെയ്യാൻ പറ്റൂല, സുജൂദ് ചെയ്യാൻ പറ്റൂല, ഇതൊക്കെ ഹറാമാണ് ഒന്നുമില്ലാതെ ചെയ്യല് സാധാരണ അവസ്ഥയിൽ തന്നെ. അപ്പൊ ആ പറഞ്ഞതെല്ലാം വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. കാരണം ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്നെല്ലാം വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. പ്ലസ് പിന്നെ ഹറാമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെ? അൽ മക്സു ഫിൽ മസ്ജിദി, പള്ളിയിൽ നിൽക്കലും ഹറാമാകും വലിയ അശുദ്ധി ആകുമ്പോൾ. ചെറിയ അശുദ്ധിയിൽ പള്ളിയിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ അശുദ്ധിക്കാരനിക്ക് പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്. ഖിറാഅത്തുൽ ഖുർആനി, ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ്. ബി ഖസ്ദിഹി, അതിന്റെ ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ്. വലോ ഹർഫൻ മിൻഹു, ഖുർആന്റെ ഒരു ഹർഫാണ് ഓതുന്നെങ്കിലും ഖുർആൻ ഓതൽ ഹറാമാണ് വലിയ അശുദ്ധിക്കാരനിക്ക്. അതേ സമയത്ത് വത്ഹില്ലു അദ്കാറുഹു ബിലാ ഖസ്ദി ഖുർആനി, ജനാബത്തുകാരനിക്ക് അതുപോലെ തന്നെ ഹൈദുകാരിക്കൊക്കെ ഖുർആനിലുള്ള ദിക്റുകൾ ചൊല്ലാൻ പറ്റും. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ദിക്റായിട്ട് ചൊല്ലാണ്, കുഴപ്പമില്ല. സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ഖുർആനിലുള്ള ഒരു ആയത്താണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആയത്താണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പൊ ഖുർആനിലെ ആയത്ത് എന്ന് കരുതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ പറ്റുമോ? അത് പറ്റൂല, ഹറാമാണ്. ദിക്ർ എന്ന് ഉദ്ദേശിച്ചിട്ട് ചൊല്ലിയാൽ കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോ നിങ്ങൾ ചോദിക്കൂ, ദിക്ർ എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ മൊത്തം ഓതാൻ പറ്റുമോ? അത് ചോദ്യം ഉണ്ട് നിങ്ങൾക്ക്? ഇല്ലേ? ഇല്ലേ? ആയിരിക്കില്ലേ? അസ്ബീർക്കാക്ക് ഉണ്ടാവും, ജുബേർക്കാക്ക് ഉണ്ടാവും.
ഓക്കെ ഓക്കെ, പിന്നെ വെറുതെ എന്തിനാ ഉത്തരം പറയുന്നത്? പോ. വതഹില്ലു അദ്കാറുഹു ബിലാ ഖസ്ദി ഖുർആനിൻ. അപ്പോ ഖുർആനിലുള്ള ദിക്റുകൾ ഖുർആൻ എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ വലിയ അശുദ്ധിക്കാരനിക്ക് ചൊല്ലാം എന്നാണ് പറഞ്ഞത്. ചൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. വേഗം പോയി കുളിച്ച് റെഡിയാവാണ് വേണ്ടത് വലിയ അശുദ്ധിക്കാരന്. ഹൈദ് പോലുള്ള അവസ്ഥയിലല്ല പറഞ്ഞത്. ഇനി ഹൈദൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി കുളിക്കാം. കഅൻ യഖൂല ഇൻദൽ അക്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ തിന്നുന്ന സമയത്ത് ബിസ്മി ചൊല്ലാം. ഞാൻ നിങ്ങളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരു പെണ്ണിന്റെ ഇത് ഹൈദ് നിൽക്കുന്നത് റമദാൻ മാസമാണ് കേട്ടോ. പെണ്ണിന്റെ ഹൈദ് നിൽക്കുന്നത് രാത്രി സുബീന്റെ കുറച്ച് മുന്നുള്ള സമയമാണ്. എന്നുവെച്ചാൽ രാത്രി ഇവൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാം ക്ലീൻ ആക്കി കിടന്ന് പിന്നെ രാവിലെ സുബീന്റെ മുന്നേ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് രക്തമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഹൈദ് നിൽക്കുന്ന സാധാരണ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഹൈദ് നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഹൈദ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുളി നിർബന്ധമാണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്റെ ചോദ്യം, അങ്ങനെയുള്ള ഓക്ക് സുബീന്റെ മുന്നേ കുളിക്കാതെ തന്നെ നോമ്പ് എടുക്കാൻ പറ്റുമോ പറ്റൂലേ? നോമ്പ് എടുക്കാൻ പറ്റും. എന്താ നിങ്ങളെ അഭിപ്രായം? ഹസ്ബീർ ഖാന്റെ അഭിപ്രായം എന്താ? പറ്റൂല. അപ്പോൾ നോമ്പ് എടുക്കാൻ പറ്റും, നിസ്കരിക്കാനാ പറ്റാതെ. നോമ്പിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നോമ്പിന് അത് ബാധകമല്ല, നോമ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേറൊരു ചോദ്യം. ഒരുത്തന് നമ്മളെ ഈ അഹ്ല് കിതാബിയത്തായ പെണ്ണിനെ കെട്ടാൻ പറ്റും അല്ലേ? അഹ്ല് കിതാബിയത്തായ പെണ്ണിനെ കെട്ടാൻ പറ്റും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ നാട്ടിലത്തെ ചേട്ടത്തി പെണ്ണുങ്ങന്മാരൊക്കെ കെട്ടാൻ പറ്റുന്നല്ല എന്നും അറിയാം നമുക്ക് അല്ലേ? അത് പണ്ട് കാലം മുതലേ ഈസാ നബീന്റെ അതുപോലെ തന്നെ മൂസാ നബീന്റെ ഒക്കെ സമുദായത്തിൽ ഇങ്ങനെ നിന്ന് പോന്നിരുന്ന അങ്ങനെ തന്നെ തുടർന്നു പോരുന്ന അവരെ വിശ്വാസത്തിലുള്ള ആളാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കൺവേർട്ടഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ആണ്. ജൂതന്മാരും ക്രിസ്ത്യൻസ് ഒക്കെ. അങ്ങനത്തെ അഹ്ല് കിതാബ് ഇന്ന് ലോകത്ത് എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, നിഷേധിക്കാൻ കഴിയൂല. അപ്പൊ അവരെ കെട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒറിജിനൽ അഹ്ലു കിതാബീനെ കൺവേർട്ടഡ് ആയിട്ടുള്ളതല്ല. അങ്ങനെയൊക്കെ ഉറപ്പായാൽ കെട്ടുന്നത് ഇസ്ലാമിൽ അനുവദനീയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരുത്തൻ അങ്ങനെ ഒരു അഹ്ലു കിതാബിയത്തിനെ കെട്ടിന്ന് വിട്ടെ നിങ്ങള്. അപ്പൊ ഓള് മുസ്ലിം അല്ല, ഓള് നോമ്പെടുക്കൂല, നിസ്കരിക്കൂല, ഒന്നും ചെയ്യൂല. അപ്പോ ഓക്ക് ഹൈദ് കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്ക് കുളിക്കണല്ലോ, നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ ഓള് കുളിക്കണം. ആ കുളി ഓക്ക് നിർബന്ധമാവോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളി. ആ എന്നതാണ് ഇതിനകത്തുള്ള അഭിപ്രായം. വേറെ ആയിരിക്കുന്ന അഭിപ്രായം ഉണ്ടോ? പറഞ്ഞോളി. എന്നാലും അഭിപ്രായം പറഞ്ഞോളി. നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറഞ്ഞൂടെ? നിങ്ങൾ ഒരു ബുദ്ധിയും ശുദ്ധിയും ഒക്കെ ഉള്ള ഒരു പുരുഷനല്ലേ, പറഞ്ഞോളി. പറ്റൂല. അപ്പൊ മുസ്ലിം ഇവിടെ ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാല്, മുസ്ലിമത്തായ പെണ്ണ് പിന്നെ എന്താ പറയാ, ഓള് നിസ്കരിക്കണം, നോമ്പെടുക്കണം. പക്ഷെ ഈ അഹ്ലി കിതാബിയത്തായ പെണ്ണ് അതൊന്നും ചെയ്യൂല. ഓള് പഠിച്ചവന്റെ അടുത്ത് രക്ഷപ്പെടുന്നു എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓൾ അതൊന്നും ചെയ്യൂലല്ലോ. അപ്പൊ ഓക്ക് കുളി കൊണ്ട് ഓക്ക് കൽപ്പന ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതൊന്നും കൽപ്പന ഇല്ലാത്ത ഓക്ക് കുളി കൊണ്ട് കൽപ്പന ഉണ്ടോ എന്നുള്ളത്. എന്താ അസ്ബീർ ഖാൻ അഭിപ്രായം? നമ്മളെ മെച്ചപ്പെട്ടൊന്നല്ല, ഒരു പാരത്രിക ലോകത്ത് രക്ഷപ്പെടൂല അഹ്ലി കിതാബിയത്തായതുകൊണ്ട്. കാരണം ഇസ്ലാം വന്ന ശേഷം പിന്നെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നിർബന്ധം. പക്ഷെ അതേ സമയത്ത് കെട്ടാൻ പറ്റുന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ട് കെട്ടിക്കോളണമെന്നല്ല അതിന്റെ അർത്ഥം. കെട്ടാൻ പറ്റും. അന്യമതസ്ഥരില് അത് വളരെ ചെറിയൊരു റുഹ്സയാണ്. അഹ്ലു കിതാബിയത്തായ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ ഇത് ആദ്യമായിട്ട് കേൾക്കാണ്. എല്ലാരും ആദ്യമായിട്ട് കേൾക്കാ. ഉം.
എന്നാലേ ആ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ ആ എന്നാ കേട്ടോളി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ഞാൻ പറയാം, വിഷയം പറഞ്ഞുതരാം നിങ്ങൾക്ക്, ഇനി അതിൽ ഡൗട്ട് അടിക്കണ്ട. നമ്മളെ നാട്ടിലുള്ള ചേട്ടത്തിമാരെ കെട്ടാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക, ഈസാ നബീന്റെ കാലത്ത്, ആ സമയത്ത് ഈസാ നബീനെ കൊണ്ട് വിശ്വസിച്ച ഒരാള്, അല്ലെങ്കിൽ മൂസാ നബീന്റെ കാലത്ത് അവരെ കൊണ്ട് വിശ്വസിച്ച ഒരു ഫാമിലി, അങ്ങനെ അവരിങ്ങനെ പിന്തുടർന്ന് 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 വന്ന് ഓല് വേറെ മതത്തിലേക്ക് പോയി പിന്നെ ഇങ്ങോട്ട് ചാടിയതൊന്നല്ല, അങ്ങനെ തുടർന്ന് പോരുന്നതാ. അപ്പൊ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല, മുസ്ലിം അല്ല, ഓല് അഹ്ലു കിതാബിയത്തായിട്ട് ജീവിക്കാണ്. അങ്ങനെയുള്ള ആളെ ഉണ്ടെങ്കിൽ അവരെ കെട്ടൽ ഇസ്ലാമിൽ ജായിസാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആൾ ഇന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. കാരണം അത് അങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. ഒന്ന് ഓല, കാരണം ഓലെ പരമ്പര ആ ആ കാലത്തുള്ള ആള് വരെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാവൽ ഇന്ന് വളരെ കരീബാണ്. അതുകൊണ്ടാണ് ആരും കെട്ടുന്നത് നമ്മൾ കാണാത്തത്. ഏ ജൂതന്മാര് എന്ന് പറഞ്ഞാല് മൂസാ നബീന്റെ ആൾക്കാരാണ് ശരിക്ക്. മൂസാ നബിയുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളാണ് ജൂതന്മാര്. ഈസാ നബിയുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചവരാണ് ആര്? ക്രിസ്ത്യാനികള്. അപ്പോ ഈ രണ്ട് ടീമിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അഹ്ലി കിതാബാണ് ഓല്. പക്ഷെ ഓല് മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഇന്ന് ലോകത്ത് പല സ്ഥലത്തുള്ള അഹ്ലി കിതാബ് എന്ന് പറയുന്ന ടീം അവര് കൺവേർട്ടഡ് ആണ്. ഓരോ രാജ്യങ്ങളിൽ നിന്നും അവരെ മതത്തിലേക്ക് മാറിയ ആളുകളാണ് ഇന്ന് കൂടുതലുണ്ടാവുക. അത് ഈസാ നബിയുടെയോ മൂസാ നബിയുടെയോ കാലത്ത് മാറിയതിനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അഹ്ലി കിതാബിയത്തിൽ ഈ കെട്ടാൻ പറ്റും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെടുത്തുള്ളൂ. അതിന്റെ തലമുറയിൽ വന്ന ആളുകളെ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ഷാഫി മദവിൽ വിഷയമുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി. അതിങ്ങനെ എല്ലാവരും ഇപ്പൊ അങ്ങനെ കെട്ടാൻ പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്, ഇങ്ങനെ പെടുന്ന സമയത്ത് വേണേൽ കെട്ടാം. അത് ഇന്നത്തെ സമയത്ത്, ഇന്നത്തെ കാലത്ത് അത് ഇല്ലാതെ പൂർത്തിയായിട്ട് ഗണ്ഡിതായിട്ട് പറയാൻ കഴിയില്ല. അതേ സമയത്ത് അത് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ റെയറാണ്. എനിവേ, അത് വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ അഹ്ലി കിതാബിയത്തായിട്ടുള്ള ഈ പെണ്ണ്, അവള് ഹൈദ് കാലം കഴിഞ്ഞു കഴിഞ്ഞാല് ഓള് വേറെ ഒരു ഇബാദത്ത് കൊണ്ടും ചെയ്യലോ ഒക്കെ കൽപ്പിക്കപ്പെടൂലെങ്കിലും ഓളോട് നിസ്കരിക്കാൻ പറയേണ്ട ആവശ്യമില്ല, നോമ്പ് വെക്കാൻ പറയേണ്ട ആവശ്യമില്ല. അതിനർത്ഥം ഓള് ആഖിറത്തിൽ രക്ഷപ്പെടുന്നല്ല, എന്തായാലും രക്ഷപ്പെടൂല മുസ്ലിമായിട്ട് മരിച്ചില്ലെങ്കിൽ. ആ സമയത്ത് നമുക്ക് പിന്നെ അവളുമായി ബന്ധപ്പെടണമെങ്കിൽ എന്ത് വേണം? അവള് കുളിക്കണം എന്നാണ് മസ്അല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഓക്കെ. അപ്പൊ നീയത്ത്, ഓള് ഓളെന്തേലും ഈ പറയുന്ന നീയത്ത് വെച്ചിട്ട് കുളിക്കണം. അപ്പൊ അവളെ നീയത്ത് പരിഗണിക്കില്ലോ എന്നുള്ളൊരു ചോദ്യം. ഒരു കാഫിറായ ഒരു മനുഷ്യൻ നീയത്ത് വെച്ചിട്ട് എന്ത് കാര്യ? പക്ഷെ അത് പക്ഷെ അതിൽ പരിഗണന വരുന്നതെന്ന് പറഞ്ഞാല് ഓളെന്താണ് ഈ വിഷയം വലിയ കിതാബുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തിനാണ് നീയത്ത് വെക്കുന്നത് എന്നുള്ളത്. അപ്പോള് അവളുടെ നീയത്തിന് പ്രത്യേകിച്ച് പരിഗണന ഒന്നുമില്ല. അതേസമയത്ത് ഇവനിക്ക് ജായിസാവാൻ വേണ്ടിയിട്ടാണ് ആ നീയത്തിനെ നമ്മൾ പരിഗണിക്കുന്നത് എന്നാണ് അതിൽ ഇമാമാര് പറഞ്ഞു വെച്ചത്. ഞാനൊരു വെറുതെ ഒരു മസാല പറഞ്ഞതായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു റെലവൻസ് ഒന്നുമില്ല. പിന്നെ ഏതായാലും വിഷയങ്ങൾക്ക് മനസ്സിലായില്ലേ? വെറുതെ ഡൗട്ട് അടിക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനിപ്പോ ഇനി എവിടെയും അഹ്ലി കിതാബിയത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കണ്ട കേട്ടോ അസ്ബീർക്ക. നമുക്ക് നമുക്ക് ഇൻഷാ അള്ളാ മുസ്ലിമെ തന്നെ കിട്ടും ഇൻഷാ അള്ളാ. ഇൻഷാ അള്ളാ. അതാണ്. ഉം. ഇനി ഇനി അടുത്തത് കഅൻ യഖൂല ഇൻദൽ അക്ലി. ഇനി പറയുന്നതെന്ന് പറഞ്ഞാല് പിന്നെ വതഹില്ലു അദ്കാറുഹു ബിലാ ഖസ്ദി ഖുർആൻ. ഖുർആന്റെ ഉദ്ദേശമില്ലാതെ ഖുർആനിലുള്ള ദിക്റുകൾ ചെല്ലാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറഞ്ഞത് അതിലിപ്പോ ഉദാഹരണമാണ് കഅൻ യഖൂല ഇൻദൽ അക്ലി, തിന്നുന്ന സമയത്ത് പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഖുർആനിലുള്ള ആയത്തല്ലേ. പക്ഷെ ഓള് ഒരു മനുഷ്യൻ
ജനാപത്തുകാരനോ അല്ല ഹൈദുകാരിയൊക്കെ തിന്നുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഖുറാനിലുള്ള ഫാത്തിഹ എന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടാവുക? അല്ല, ദിക്ർ എന്നുള്ളതാണ്. അപ്പൊ കുഴപ്പമില്ല. വൈന്ദർ റുക്കോബി, വാഹനം കയറുന്ന സമയത്ത് പറയാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത് ഖുറാനിലുള്ള ഒരു ആയത്താണ്. ഇത് ഖുറാനിലുള്ള ഒരു ആയത്താണ്. അപ്പോ വാഹനം കയറുന്ന സമയത്ത് അത് പറയുന്ന സമയത്ത് ഖുറാൻ ഓതാന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടാവുക? അല്ല, അത് ദിക്റായിട്ട് ചെല്ലാണ്, കുഴപ്പമില്ല. വൈന്ദൽ മുസീബത്തി, ഒരാ ചങ്ങായി ജനാപത്തുകാരനായി നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് മരിച്ച വിവരം പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ ഖുറാൻ ഓതാനുള്ള ഉദ്ദേശം ഉണ്ടാവും എനിക്ക്? ഇല്ല. അപ്പൊ ദിക്റായിട്ട് ചെല്ലിയതാണ്. അതേസമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് വിശുദ്ധ ഖുറാനിലുള്ള ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. എന്താ പറഞ്ഞേ? എന്താണ് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞേ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭീതി ഇട്ട് തന്നുകൊണ്ട്, പേടിയിട്ട് തരും നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കും. പേടി എന്ന് പറയുന്നൊരു പരീക്ഷണമാണ്. അപ്പം വൽ ജൂഇ, വിശപ്പ് തന്നുകൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും, മനുഷ്യന്മാരെ പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി, ധനം, സാമ്പത്തിക നഷ്ടം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കും. വൽ അൻഫുസി, മരണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. ശരീരങ്ങളിലുള്ള പരീക്ഷണം എന്ന് പറയുമ്പോൾ രോഗങ്ങൾ, അതുപോലെ തന്നെ മരണം സംഭവിക്കുക, ഇതൊക്കെ പെട്ടല്ലോ. അങ്ങനെ പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി, അൻഫുസിന് നഖ്സ് ഉണ്ടാവുക, കുറയാ. വസ്സമറാത്ത്, അതുപോലെ തന്നെ കായ്ക്കനികൾ, കൃഷി, ഇതൊക്കെ നഷ്ടം വരിക, നശിച്ചു പോവുക. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താ പറയണ്ടേ? അപ്പോ അള്ളാഹു പറയാണ് വബശ്ശിരിസ് സ്വാബിരീൻ, ഇങ്ങനെ നമ്മൾ പരീക്ഷിക്കുന്ന സമയത്ത് ക്ഷമ കൈകൊള്ളുന്ന ആളുകളെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ഈ ക്ഷമിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കുന്നവരുടെ പ്രത്യേകത ആണ് എന്താ? അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, വല്ല മുസീബത്തും വന്നാൽ ഓല് പറയും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് ഉണ്ടായാലും പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. തഫ്സീറുൽ ജലാലൈനിൽ ഈ ആയത്തിന്റെ ചോട്ടിൽ കാണാം, രാത്രിയിൽ വീട്ടിലെ വിളക്ക് പെട്ടെന്ന് അണഞ്ഞുപോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, എന്താ നബിയെ, ഇതെന്താ, ആരും മരിച്ചിനോ? ആരും മരിച്ചിനോ ചോദിച്ചിട്ടില്ല, എന്താണ് ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഇന്നാ ലില്ലാഹി പറയണോ എന്നുള്ള നിലക്ക് ചോദിച്ചു. അപ്പൊ ഈ ആയത്ത് പറഞ്ഞു കൊടുത്തു. എന്താ? വല്ല മുസീബത്തും സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അള്ളാഹിലേക്ക് പോകാനുള്ളതാണ്. ഇവിടെ പിന്നെ വെറുതെ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നുള്ളൂ നമ്മൾ. അപ്പൊ ഇവിടെ വരുന്ന ചെറിയ നഷ്ടമോ ചെറിയ പരീക്ഷണമോ ഒന്നൊരു വിഷയമല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ വിഷയമല്ല. അപ്പോ അങ്ങനെ ഖുർആന്റെ ചെറിയ ആയത്ത് ദിക്റായിട്ടൊക്കെ ചൊല്ലിയത് കൊണ്ട് അത് ഹറാമാവൂല. അതുപോലെ തന്നെ ജനാപത്തുകാരനിക്ക് നിഷിദ്ധമായ കാര്യമാണല്ലോ പള്ളിയിൽ ഇങ്ങനെ താമസിക്കുക, പള്ളീൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹറാമാവുന്നതാണ് വക്കൽ മക്സി ഫിൽ മസ്ജിദി അത്തറദ്ദുദ് ഫീഹി, പള്ളിയിലൂടെ ഇങ്ങനെ മുറിച്ച് നടന്നു പോവാ പറ്റൂല. അത്തറദ്ദുദ് ഫീഹി ലാ ഉബൂറുഹു, പിന്നെ പള്ളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ ഹറാമാണ്. അതേസമയത്ത് ഇപ്പൊ പള്ളിയിലത്തെ മൊയിലാരാണെന്ന് കൂട്ടുക, ഇപ്പൊ മൊയിലാര റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഇപ്പോ പള്ളിയിലൂടെ മുറിച്ച് കടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ജനാപത്തുകാരനായ മൊയിലാർക്ക് അപ്പൊ പള്ളിയിലൂടെ നടന്നു പോക്ക് ഹറാമാവോ? അനിവാര്യ ഘട്ടങ്ങളിൽ ചെയ്യാം. അതേസമയത്ത് പള്ളിയിൽ അങ്ങനെ മുറിച്ച് കിടക്കുന്നതുകൊണ്ട് ഹറാമാവൂല. ഇപ്പൊ എന്താ പറയാ, ഇതുപോലുള്ള അനിവാര്യ ഘട്ടങ്ങളിൽ ഇനി അല്ലെങ്കിലും മുറിച്ച് കിടക്കൽ ഹറാമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് ഹറാമല്ല, അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കലാണ്, കുറച്ചു നേരം ഇങ്ങനെ നിൽക്കലാണ്, അടങ്ങി നിൽക്കലാണ് ഹറാമ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് ഹറാമ്.
ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ മുറിച്ച് കിടക്കൽ അത് ഹറാമില്ല. മനസ്സിലായോ? മസാല മനസ്സിലായോ? പക്ഷെ അത് ഖിലാഫുൽ ഔലയാണ്. ഖിലാഫുൽ ഔല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കറാത്തിനെ പോലെ തന്നെയാണ് ഖിലാഫുൽ ഔല. പക്ഷെ അത് കൃത്യമായിട്ട് അതിന് ചെയ്യരുത് എന്നുള്ള നഹി വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതിന്റെ വ്യത്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ പഠിച്ച ഓർമ്മയില്ല നിങ്ങൾക്ക്? ഫസ്റ്റ് ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. ഇനി വയഹ്റുമു ബിൽ ഹൈളി വൻ നിഫാസി മാ യഹ്റുമു ബിൽ ജനാബത്തി. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് പ്രസവം കൊണ്ടും ജനാബത്ത് കൊണ്ടും നിർബന്ധ ഹറാമാവുന്ന കാര്യങ്ങൾ എന്നാ. ഹൈദ് നിഫാസ് കൊണ്ട് ഈ പറഞ്ഞൊക്കെ ഹറാമാവും. ഈ പറഞ്ഞ ഒന്നും ജായിസ് ആവൂല, എല്ലാം ഹറാമ് തന്നെ. വയഹ്റുമു ബിഹിമാ സിയാദത്തൻ അലൈഹി. ഇതിന് പുറമെ ഹൈദിന്റെ നിഫാസിന്റെ ഘട്ടത്തിൽ നിഷിദ്ധമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 4 കാര്യങ്ങളാണ്. എങ്ങനെ? ജനാബത്തുകാരനായ പുരുഷനും പ്രസവിച്ച പെണ്ണിനും നിഷിദ്ധമാകുന്ന കാര്യങ്ങൾക്ക് പുറമെ ഹൈദ് നിഫാസ് രക്തം ഉണ്ടെങ്കിൽ ആ സമയത്ത്, രക്തമുള്ള സമയത്ത് പെണ്ണിനിക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളുണ്ട്. 1 അസ്സൗമ്, നോമ്പെടുക്കുക. 2 ത്വലാഖ്, ത്വലാഖ് അല്ല. അപ്പൊ ആ പറഞ്ഞത് ത്വലാഖ് ചെല്ല എന്ന് പറയുന്നത് പെണ്ണ് ചെയ്യുന്നൊരു സാധനമല്ലല്ലോ, ആണ് ചെയ്യലല്ലേ. അപ്പൊ ഈ പെണ്ണിനിക്ക് ത്വലാഖ് ഹൈദുള്ള സമയത്ത് പുരുഷനിക്ക് ത്വലാഖ് ചെല്ലല് ഹറാമാണ്. പെണ്ണ് ഹൈദിലായി നിൽക്കുന്ന സമയത്ത് പുരുഷൻ അവളെ ത്വലാഖ് ചെല്ലല് പുരുഷന് ഹറാമാണ്. ത്വലാഖ് ചെല്ലിയാലോ ത്വലാഖ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? വിഷയം മനസ്സിലായോ? ഒന്നുകൂടി. പെണ്ണ് ഹൈലുകാരിയോ നിഫാസുകാരിയോ ആയി നിൽക്കുന്ന സമയത്ത് പെണ്ണിനെ ത്വലാഖ് ചെല്ലൽ പുരുഷനിക്ക് ഹറാമാണ്. ത്വലാഖ് ആ സമയത്ത് ചൊല്ലിയാലോ അത് ത്വലാഖ് ആവുകയും ചെയ്യും. അതിനത് തടസ്സമല്ല. ഏതുപോലെ ഒരു ചങ്ങായി എന്ത് ചെയ്തു? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിലുണ്ട്, അത് പെട്ടെന്ന് തട്ടിപ്പറിച്ച് എന്നെ അടിച്ചിട്ട് കൊണ്ടുപോയിട്ട് അത് ഒന്നു കൊടുത്തിട്ട് അതിനെ കൊണ്ട് നിസ്കരിച്ച്. നിസ്കാരം സഹിയാവോ? ഒന്നു സഹിയാവോ? നിങ്ങളെ അഭിപ്രായം എന്താ? പിടിച്ചു വരച്ച വെള്ളം കൊണ്ട് ഒതു കൊടുത്താൽ ഒതു ഹലാലാവോ എന്നുള്ളതാണ് ചോദ്യം. ഒതു സഹിയാവോ? നിസ്കാരം സഹിയാവോ? എന്താ ഇതിനകത്തുള്ള നിങ്ങളെ അഭിപ്രായം? ശരിയാവില്ല. ഇതിനകത്ത് ശരിയാവും. വെള്ളം യൂസ് ചെയ്യൽ തന്നെ ഹറാമാണ്. അപ്പോ യൂസ് ചെയ്യൽ തന്നെ ഹറാമാണ്. അപ്പോ നമ്മൾ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. വുളു ഹറാമാവോ നിസ്കാരം ഹറാമാവോ? പറയ്. അസ്ബീർ പറഞ്ഞ് ഫുള്ളാക്കി. വുളു തന്നെ ശരിയാവില്ല എന്നുള്ളതാണ് സുബൈർ ഖാൻ അഭിപ്രായം. ഇതിനകത്തുള്ള അഭിപ്രായം വുളു സഹിയാവും. അസ്ബീർ ഖാൻ അഭിപ്രായം എന്താ പറഞ്ഞോളി? ചെയ്യാൻ പാടില്ല, ഹറാമാണ്. സഹിഹാവോ ഇല്ലയോ? സഹിയാവൂല. ഓക്കെ. അപ്പോൾ വുളു സഹിഹാകും. വുളു ചെയ്യൽ ഹറാമാണ്. നിസ്കരിച്ചാൽ അവന്റെ ഫർള് വീടും, നിസ്കാരം വീടും. പക്ഷെങ്കിൽ ആ ചെയ്ത നിസ്കാരം ഹറാമാണ്, വുളു എടുത്തതും ഹറാമാണ്. ആ എന്താ പറയാ, തട്ടിക്കൊണ്ടുപോയിട്ട് അവന്റെ കയ്യിൽ വെച്ച എല്ലാം ഹറാമാണ്. അത് നിൽക്കുന്ന സമയം അടക്കം ഹറാമിലാണ്. വുളുവും നിസ്കാരം വീടും എന്ന് പറഞ്ഞതുപോലെ ത്വലാഖിന്റെ വിഷയത്തിലും ഹൈദിന്റെ സമയത്ത് ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. ത്വലാഖ് ചെല്ലൽ ഹറാമാണ്, ത്വലാഖ് വീടും. ഏതുപോലെ? കട്ടെടുത്ത വെള്ളം കൊണ്ട് വുളു എടുത്താൽ വുളു ശരിയാവും, നിസ്കാരം ശരിയാവും, നിസ്കാരം വീടും. പക്ഷെ ആ ചെയ്ത പ്രവൃത്തി ഹറാമാണ് എന്നാണ് പറഞ്ഞത്. ഇനി വൽ ജിമാഉ വലൗ ബിഹായിലിൻ. നമ്മൾ സമയം അവസാനിച്ചിട്ടുണ്ട്, ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വൽ ജിമാഉ വലൗ ബിഹായിലിൻ. ഹൈദുൻ നിഫാസ് ഉള്ള സമയത്ത് ജിമാ ചെയ്യൽ ഹറാമാണ്. വലോ ബിഹായിലിൻ, ഇനി കോണ്ടം പോലത്തെ എന്തെങ്കിലും മറ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഹറാമാണ്. മുബാശറത്തു മാ ബൈന സുറത്തിഹ വറുക്ബത്തിഹ ബിലാ ഹായിലിൻ. അതുപോലെ തന്നെ ഹൈദ് നിഫാസ് ഉള്ള സമയത്ത് അവളുടെ പെണ്ണിന്റെ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം സ്പർശിക്കൽ, മറയില്ലാതെ സ്പർശിക്കൽ, അതും നിഷിദ്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാല് കാര്യം നമ്മൾ പറഞ്ഞത്. സിയാദത്തൻ അലൈഹി അർബഅത്തു ഉമൂര്, 4 കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട് നമ്മൾ പറഞ്ഞത്. 1 നോമ്പ്,
2 ത്വലാക്ക്, 3 ജിമാഅ്, 4 അതിന്റെ ഇടയിൽ സ്പർശിക്കല്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്, പറഞ്ഞോളി. എന്നാ അവസാനിപ്പിക്കാം. സ്വലാത്തിലേക്കുള്ളി. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ